ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെയും രാഹുലിൻ്റെയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനായിട്ട് വിവേക് വർഷയുടെ പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വർഷയാണെങ്കിൽ റോഡിലൂടെ പോകുന്ന ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ആളിന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിവേക് പാച്ചപ്പനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവളൊരു നല്ല കുട്ടിയാണ്, അവളുടെ നല്ല മനസ്സ് കണ്ടില്ലേ എന്ന് നോക്കുമ്പോൾ പാച്ചപ്പൻ തമാശയ്ക്ക് പറയുന്നുണ്ട്, ഇതെല്ലാം രാഹുലിൻ്റെ ഒരു ഭാഗ്യമാണ്, നീ ഒന്ന് പോടാന്ന് പറഞ്ഞ് വിവേക് പാച്ചപ്പനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വർഷയുടെ നേരെ ഒരു ചുമന്ന കാറ് വളരെ വേഗത്തിൽ വരുന്നത് വിവേക് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് വിവേക് ഓടി ചെന്ന് വർഷയെ രക്ഷിക്കുന്നുണ്ട്. രക്ഷപ്പെടുത്തുന്നതിനിടെ വർഷയും വിവേകും റോഡിൻ്റെ സൈഡിലേക്ക് വീഴുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വർഷ നന്ദി പറയുന്നതിന് പകരം ചാടി എണീറ്റ് ചോദിക്കുന്നുണ്ട്, താൻ എന്തുവാടോ ഈ കാണിച്ചത്, എന്നെ എന്തിനാണ് തള്ളിയിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് വിവേകിനോട് ചൂടാവുന്നുണ്ട്. താൻ എന്നെ തള്ളിയിട്ടത് കാരണം എൻ്റെ നടുവയ്യടോ പോത്തേന്നും പറഞ്ഞുകൊണ്ട് വിവേകിനോട് ചൂടാവുമ്പോൾ വിവേക് പറയുന്നുണ്ട്, തന്നെ രക്ഷപ്പെടുത്തിയപ്പം പറ്റിപ്പോയതാടോ എരുമയെന്നും പറഞ്ഞ് തിരിച്ചും ദേഷ്യപ്പെടുന്നുണ്ട്. ഇവർ ഞങ്ങളിലുള്ള അടി കണ്ടിട്ട് പാച്ചപ്പോൾ ഓടി ഇവരെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം പോട്ടെ, തൽക്കാലം എല്ലാം ക്ഷമിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ വർഷം നല്ല ദേഷ്യത്തിൽ പാച്ചപ്പനോട് പെരുമാറുന്നത് കാരണം പാച്ചപ്പനും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. വിവേകിനോട് അന്നേരം പറയുന്നുണ്ട്, ഇവള് ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു, നീ ഇനി ഇവളുടെ പിന്നാലെ നടക്കണ്ടെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അവള് പാവ, അവളെ ആരും അപകടപ്പെടുത്താൻ ഞാൻ താമസിക്കത്തില്ലെന്ന് വിവേക് പറയുന്ന സമയത്ത് പാച്ചപ്പൻ പറയുന്നുണ്ട്, ഇനി ഇവളുടെ പിന്നാലെ നടക്കാൻ ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ കൂടെ വരില്ലെന്ന് പറഞ്ഞ് പാച്ചപ്പൻ പോകുന്നുണ്ട്. പിന്നീട് വിവേക് തന്നെയാണ് വർഷയുടെ പിന്നാലെ പോകുന്നത്. അങ്ങനെ വർഷയുടെ പിന്നാലെ പോകുന്നത് വർഷ അറിയുകയും ചെയ്യുന്നില്ല. ഈ സമയമാണെങ്കിൽ വർഷയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നടക്കാത്ത വിഷമത്തിലും ദേഷ്യത്തിലും ഹരിത വീട്ടിൽ വന്നപ്പോൾ കാണാം ഷർമിള അവിടെ ഇരിക്കുന്ന കാണുമ്പം ഹരിത ചോദിക്കുന്നുണ്ട്, മമ്മി എവിടെ പോയിരുന്നിയാ, മമ്മി ക്ഷേത്രത്തിൽ പോയിരുന്നിയാണെന്ന് ചോദിക്കുമ്പോൾ ഷർമിള പെട്ടെന്ന് പറയുന്നുണ്ട്, ആ അതെ ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നിയാ, അങ്കിളിന് നല്ലത് വരാൻ വേണ്ടി വഴിപാട് വല്ലതും നടത്തിയോ എന്ന് ചോദിക്കുമ്പം ഷർമിള പറയുന്നുണ്ട്, ഞാൻ കുറേ അർച്ചനയും വഴിപാടും ഒക്കെ നടത്തിയിട്ടുണ്ട്, അന്നദാനത്തിനൊക്കെ പൈസ അടച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പം ഹരിത ചോദിക്കുന്നുണ്ട്, ഒരു സൈഡിലൂടെ അങ്കിളിന് നല്ലത് വരാൻ വേണ്ടിയും മറു സൈഡിലൂടെ അങ്കിളിന് വേണ്ടി പാര വെക്കുന്നത് നിങ്ങളല്ലേന്ന് ചോദിക്കുമ്പം ഷർമിള പെട്ടെന്ന് പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നീ എന്തുവാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുമ്പോൾ ഹരിത പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കണ്ടായിരുന്നു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, വർഷയും നിങ്ങളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയുമ്പം ഷർമിള പെട്ടെന്ന് അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഷർമിള പറയുന്നുണ്ട്, രാഹുൽ എന്തായാലും വർഷയെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ വർഷയെ കാണാൻ പോയത്, അന്നേരം അമ്പലത്തിൽ വെച്ച് അവളെയും കണ്ട് അന്നേരം സംസാരിച്ചതാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഷർമിള ഒഴിഞ്ഞു മാറുന്നുണ്ട്. വിവരം ഉടനെ തന്നെ ഹരിത വിക്രമനെ വിളിച്ചറിയിക്കുന്നുണ്ട്. വിക്രമൻ അന്നേരം ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഇനി എനിക്കെതിരെ പാര പണിയുന്നത് എൻ്റെ സ്വന്തം സഹോദരിയായ ഷർമിള തന്നെയാണോ, ഷർമിളയെ നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ, മനസ്സിലൊരു കനൽ ഒതുക്കി വെച്ചിട്ട് പുറമേ ചിരിക്കുന്നവളാണ് ഷർമിള, അതുകൊണ്ട് അവളാണോ ഇനി എനിക്കെതിരെ തെളിവുകൾ നൽകുന്നത്, പ്രിൻസിനാണെങ്കിൽ ഇതിനൊന്നും ഉള്ള വലിയ കഴിവൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രമൻ പറയുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മമ്മിയെയും ആ 4 പെൺകുട്ടികളെ ഒരു കാരണവശാലും വെറുതെ വിടരുതെന്നൊക്കെ വിക്രമനോട് പറയുമ്പം വിക്രമൻ പറയുന്നുണ്ട്, തൽക്കാലം മോൾ ഇതിൽ ഒന്നിനും ഇടപെടേണ്ട, ഞാൻ വരുന്നത് വരെ ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞുകൊണ്ട് വിക്രമൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അഞ്ചു ഓർഡർ ചെയ്ത ഫുഡും കൊണ്ട് വർഷ രാഹുലിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിവേകും പിന്നാലെ വരുന്നുണ്ട്. അത് വർഷ കാണുന്നതുമില്ല. അങ്ങനെ ഫുഡും കൊണ്ട് ചെന്ന് അവരോട് സംസാരിക്കുന്നതിനിടെ ഇന്ന് നടന്ന വാഹനാപകടം എല്ലാം അഞ്ജുവിനോട് വർഷ പറയുന്നുണ്ട്. അന്നേരം അഞ്ജുവിനാണെങ്കിൽ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു അപകടമായിട്ടാണ് തോന്നുന്നത്. അത് അഞ്ജു വർഷയോട് പറയുന്ന സമയത്ത് രാഹുലിനും അത് തോന്നുന്നുണ്ട്. എന്നിട്ട് അഞ്ജു പറയുന്നുണ്ട്, എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതാണ് നല്ലത്, എനിക്ക് വേണ്ടി ഇനി നീ ഇങ്ങനെ ഉള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞ് അഞ്ജു പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, അത് തൽക്കാലം ഇപ്പം വേണ്ടെന്ന് പറയുമ്പോൾ രാഹുലും പറയുന്നുണ്ട്, ഡാഡി എന്തുവായാലും രാജിവെക്കാൻ പോവുകയാണ്, പിന്നീട് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാമെന്നും പറഞ്ഞ് അങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് രാഹുലാണെങ്കിൽ സമയം നോട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അരമണിക്കൂറായിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയിട്ട് ഇതുവരെ പുറത്ത് വന്നില്ല, ഇനി എന്തോ കാര്യമെന്നും പറഞ്ഞ് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ വർഷ അന്നേരം രാഹുലിനോടും അഞ്ജുവിനോടും പറയുന്നുണ്ട്, ഇന്ന് എന്നെ രക്ഷിച്ചത് വിവേകാണ്, ഇനി അയാൾ എന്നെ കരുതി കൂട്ടി ഉണ്ടാക്കിയ അപകടമാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇന്നുണ്ടായ അപകടത്തിലും മുമ്പ് എന്നെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നപ്പോഴും വിവേകാണ് രക്ഷപ്പെടുത്താൻ വന്നത്, ഇനി ഇയാൾ തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് സംശയം പറയുമ്പോൾ അഞ്ജു പറയുന്നത് അതൊന്നുമല്ല, എല്ലാ അപകട സമയങ്ങളിലും നിന്നെ വന്ന് രക്ഷിക്കുന്നെങ്കിൽ അയാൾക്ക് നിന്നോട് വലിയ ഇഷ്ടമുണ്ടായിരിക്കുമെന്നൊക്കെ അഞ്ജു പറയുന്നു. അന്നേരം വർഷ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതേ അഭിപ്രായം തന്നെയാണ് രാഹുലിനും. രാഹുൽ പറയുന്നുണ്ട്, മുമ്പ് ഒരിക്കലും വന്ന് വർഷയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വിവേക് തിരക്കിയായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് നിന്നോട് വല്ല ക്രഷും തോന്നി തുടങ്ങി കാണുമെന്നൊക്കെ പറഞ്ഞ് അഞ്ജു തമാശയ്ക്ക് പറയുമ്പം വർഷ പറ്റിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് വർഷ പുറത്ത് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ രാഹുലും പുറത്ത് യാത്രയാക്കാൻ വരുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ കാണുന്ന വിവേകിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കാവുന്ന എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടത് എന്താണെന്നും പറഞ്ഞ് വിവേക് വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
അങ്ങനെ വർഷ പോയതിന് ശേഷം രാഹുൽ അഞ്ജുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞത് വിവേക് ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന്. അന്നേരം അമ്മക്ക് വർഷയുടെ കല്യാണം വിവേകുമായിട്ട് നടത്തിയാൽ എന്താണെന്ന് രാഹുൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പിന്നീട് എൻ്റെ അളിയനായി മാറുമല്ലോ വിവേക് എന്ന് പറയുമ്പോൾ അഞ്ജു ചോദിക്കുന്നുണ്ട് ഏത് വകയിലെന്ന് ചോദിക്കുമ്പം രാഹുൽ പറയുന്നുണ്ട്, വർഷ എൻ്റെ സഹോദരി അല്ലേ, സഹോദരിയെ കല്യാണം കഴിക്കുന്ന ആളെ അളിയൻ എന്നല്ലേ പറയുന്നതെന്ന് പറഞ്ഞ് രാഹുൽ അഞ്ജുവിനോട് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ വിവേക് താൻ കണ്ട കാര്യങ്ങളെല്ലാം വൈകിട്ട് പോയി പാച്ചപ്പനോട് പറയുന്നുണ്ട്. പാച്ചപ്പൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്, നീ അല്ലേ കേൾക്കാഞ്ഞെന്നും പറഞ്ഞ് പാച്ചപ്പന് ഓരോന്ന് ഉപദേശിക്കുന്നുണ്ട്. വിവേകാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്. വിവേകിൻ്റെ തെറ്റിദ്ധാരണ മാറുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.